ആരാ? ഞാനാ, ദേവസ്കുട്ടി. എന്റെ അമ്മേ. എന്തൊരു അക്രമമായി കാണിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുള്ളതാ, വല്ലവരും കാണേ. സാരില്ലെന്ന്. എന്ത് സാരമില്ലെന്ന്? ഷോ, ആ സൈക്കിൾ എടുത്ത് മാറ്റി വെക്കേ. അതെ, അപ്പൊ മാറ്റി വെക്കും. അവിടെ ആർക്കെങ്കിലും വല്ലവരും കാണും. എന്റെ എത്ര നാളെത്തിയിട്ടുള്ള ആഗ്രഹ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാള് തന്ന സമ്പാദ്യായത്. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല്. കൗസു, നീ ഇങ്ങോട്ട് നോക്കി. എല്ലാവരും കൂട്ടല്ല ഞാൻ. അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാനുണ്ട്. എന്റെ വാക്കേ വാക്കാ. നിനക്കൊക്കെ എടുക്ക. ഉറങ്ങിപ്പോയാ കാലത്തന്നെ വിളിച്ചേക്കണം കേട്ടോ. എനിക്ക് കറക്കാൻ പോണ്ടതാ. വിളിച്ചിരുന്നോട്ടെ കൗസു. നിങ്ങൾ എന്തായി പറയണേ? കുറച്ച് വിളിച്ചിരുന്നോട്ടെ. എന്നാ ഞാൻ അവിടുന്ന് പോവും. എന്നാ കൂടി ചെല്ല്. കുറച്ച് വിളിച്ചിരുന്നോട്ടെ എന്റെ കൗസു. ഉണ്ണേട്ട് നിന്നു. കൗസല്യേ, ഉണ്ണേട്ട് നിന്നു. ഉണ്ണീട്ട് വന്നു. എന്താ പെണ്ണ് പറഞ്ഞത്? ഉണ്ണിത്തമ്പരാൻ വന്നോന്ന്. ഉണ്ണിത്തമ്പരാൻ വന്നു. ഉണ്ണിയാ? വന്നോ? കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. അമ്മ എന്തിനാ കരയണേ? ഞാൻ കരയുന്നൊന്നുമില്ല, നീ വന്നല്ലോ. നിന്റെ അമ്മ നേരെ ചൊവ്വ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അച്ഛൻ സ്റ്റേഷനിൽ വന്ന് കാത്തൊന്നും മടുത്തൂല്ലേ? നീ പറഞ്ഞോ. അച്ഛൻ സ്റ്റേഷനിൽ വന്നേ കാത്തൊന്നും മടുത്തൂല്ലേ? ഇതാ ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പം. വേടി പൊട്ടിച്ച ദേ പോക പോണൂന്ന് പറയും. ഈ കുന്ത്രാണ്ടം വെച്ചില്ലെങ്കിൽ ഒരു വസ്തുവും കേൾക്കില്ല. നിന്റെ അച്ഛനോട് തൊള്ള തുറന്ന് എനിക്ക് വയ്യാണ്ടായി. നിന്റെ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഞാൻ വരണ കണ്ടാ പറയും ചാത്തൂട്ടിയാന്ന്, ചാത്തൂട്ടിയെ കണ്ടാ പറയും ഞാനാന്ന്. പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും കാണാണ്ടായിട്ടില്ല. അല്ല, എന്താ ഇത്രയും താമസിക്കാൻ? വരണ വഴിക്ക് വെള്ളപ്പൊക്കവും ബഹളമൊക്കെ ആയിരുന്നു. കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. അല്ല, നിങ്ങൾ കഥയും കേട്ടോണ്ട് നിൽക്കുക. ആ പെട്ടിയും കിടക്കയും എടുത്ത് അകത്തേക്ക് വെക്കുക ദിവസോ. എടുക്കാൻ പൊന്താത്തതാ പൊന്തിക്കണേ. ഒടുക്കം വന്നില്ലേ? എങ്ങനെയുണ്ട് ആള്? യാത്രയിലെ പൊടിയും കാറ്റും തട്ടി വരന്തോണ്ടാവും മുടി ഇങ്ങനെ. എണ്ണയൊന്നും തേക്കുണ്ടാവില്ല. വിചാരിച്ചിരുന്നേലും നിറണ്ട്.
ഒന്നും പറയണ്ട എന്റെ ഉണ്ണിയെ. ഒരു ദിവസം 33 പ്രാവശ്യം ഞാൻ നിന്റെ അമ്മയായിട്ട് വഴക്കിടും. ജോലിയും പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഈ വഴക്കും തമാശയൊക്കെ ഒരു രസാ. ചോദിക്കാൻ വിട്ടുപോയി, ഏതായി കുട്ടി? ഇത് നമ്മുടെ ഞാൻ എഴുതിയിരുന്നില്ലേ ഉണ്ണി? ഓ, ഞാനത് മറന്നു. എന്താ കുട്ടിയുടെ പേര്? അമ്മണിക്കുട്ടി. ഓ, അവക്ക് നാണം. ഇവളാ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി. മോള് പോയി കൗസല്യോട് ഉണ്ണിക്ക് വിളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ പറ. നീ പോയി ചായ ഉണ്ടാക്ക. പാവം മെഡിക്കുക. അച്ഛനില്ലാത്തതല്ലേ ഉണ്ണി. കുട്ടികൾ വേറെയില്ലേ, ചെലവ് കഴിയണ്ടേ. ഇവളെ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാ അതുകൊണ്ട് അവറ്റയ്ക്കൊരു ഉപകാരമായി. ഇവിടെ ആയതുകൊണ്ട് അവർക്കൊരു സമാധാനമാ. കാശും പണം ഇല്ലാച്ചിട്ട് വല്ലയിക്കിലും അടിച്ചുകളിക്ക് വിടാൻ പറ്റുമോ? ഒന്നുമില്ലാലും കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഉണ്ണി. എന്താ പുരയ്ക്ക് തീ കൊളുത്താൻ പോവാ? തീപ്പെട്ടി കത്തണില്ല, നനഞ്ഞിട്ടാവും. നനയും നനയും. അയ്യേ, നഖത്തിലൊക്കെ ചളിയ.
മത്സ്യം എവിടുന്നാ കിട്ടുക? ആ ചാത്തൂട്ടിയോട് പറഞ്ഞ ഒരാളെ അയച്ചാ മതി. ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും വൈകിട്ടത്തേക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഉണ്ണിക്ക് ഇപ്പൊ മത്സ്യം ഒന്നും ഇല്ലെങ്കിലും ചോറിറങ്ങും. ആ പേരും പറഞ്ഞ് നിങ്ങൾക്ക് മത്സ്യം കൂട്ടണം. ദേ, നിങ്ങളുടെ ഈ വർത്താനം കേൾക്കുമ്പോഴാ എനിക്ക് അരിച്ചരിച്ച് കയറുന്നത്. ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണി തെക്കകത്തുണ്ട്. നീ ആ ചായ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ചായ. ആ, ഇത്തവണ ആരാ മുടിയൊക്കെ ഒരുക്കേ? അമ്മണിക്കുട്ടിയാ? സാധാരണ വന്നിട്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാറ്. പേടിച്ചു പോയി. ആരെന്നാ വിചാരിച്ചത്? ഞാൻ ആരെ വിചാരിക്കാനാ? വിചാരിക്കലൊക്കെ കുട്ടിയല്ലേ. ആ, വല്യമ്മ പറഞ്ഞു വെള്ളം ചൂടായോന്ന് നോക്കാൻ. കുറേശ്ശെ കുറേശ്ശെ ചൂടാവുന്നുണ്ട്. വല്യമ്മേ, വെള്ളം ചൂടായി. ആ, നീ ആ ഉണ്ണിയോട് എന്ന് പറ കുളിക്കാൻ നോക്കാൻ. കുളിക്കാൻ വെള്ളം ചൂടായി. ആ, ദാ അമ്മണിക്കുട്ടിയുടെ ചായ അസലായി. പക്ഷെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടേ കുടിക്കാറുള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി. വല്യമ്മേ, തിരുമ്മിയിടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഉണ്ണിയേ, നിന്റെ എന്താ തിരുമിയിടാനുള്ളതെന്ന് വെച്ചാ എടുത്തു കൊടുക്കാറുന്നില്ലേ? ആ കട്ടിൽ മേട്ടിട്ടുണ്ടമ്മേ. ആ, നല്ല ചേല. അയ്യേ, നാണാവില്ല ഇങ്ങനെയൊക്കെ നിൽക്കാൻ. കൗസല്യ പറഞ്ഞത് നേരാ. ആള് ഭയങ്കരനാ. ഞാൻ വല്യമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ. അമ്മണിക്കുട്ടി നിക്ക്, തായി കൊടുത്തരാം. അലക്കൊക്കെ ഏറ്റെടുത്തല്ലേ? വെളുപ്പിക്കണേ മോളെ.